ഗൈസ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ പോണ്. നമ്മൾ റൂമിൽ നിന്ന് ഇങ്ങനെ പതുക്കായി വരുന്നുള്ളൂ. അപ്പോൾ ഏറ്റവും മുകളിൽ നമുക്ക് ബാൽക്കണിയിൽ പോയിരുന്നിട്ട് കാണാം. കപ്പൽ പതുക്കെ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് രാത്രി കാണുന്ന സ്ഥലമാണ് അത് ഫുള്ളത്. മുകളിലേക്ക് പോവാം. ഫ്രണ്ട് വ്യൂ ആണ് കാണുന്നത്. നല്ല ഫ്രണ്ട് വ്യൂ. നല്ല കാറ്റുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്. അപ്പോൾ നമ്മൾ ഷിപ്പിൻ്റെ ബാക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വ്യൂ ആയിട്ട് കാണാൻ പറ്റും. അറ്റത്തുനിന്നുണ്ടോ ഫുള്ള് കടൽ കേട്ടോ. അതായത് നമുക്ക് ഒന്നും കാണുന്നില്ല, ആകെ കാണുന്ന ഒരു ചെറിയൊരു ദ്വീപ് കാണുന്നുണ്ട് അവിടെ. അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഏത് ഏരിയ എന്നറിയില്ല. ഇന്നലെ അവിടെ കണ്ടില്ലായിരുന്നോ? ആ ഏരിയ ആണ് രാത്രി ഏറ്റവും ബാക്ക്. ഇവിടുന്ന് കറക്റ്റ് ഇവിടെ കാണാൻ പറ്റും. കപ്പൽ പോകുന്ന ഏരിയ എല്ലാം എന്ത് രസമാണെന്ന് നോക്കില്ലേ. വാട്ടറിൻ്റെ കളറൊക്കെ നല്ല പച്ച നിറത്തിലല്ലേ, നല്ല അടിപൊളി വെള്ളം, ക്ലീനാ വാട്ടർ. ഈ സ്ഥലമായിട്ടേ കുറച്ച് എണ്ണക്കമ്പനിയുടെ കുറച്ച് ട്രാൻസാക്ഷൻ ആ സൈഡിൽ കാണാം. നമ്മൾ സൺറൈസ് ഒക്കെ കണ്ട് നമ്മളിന്ന് റൂമിലേക്ക് പോകട്ടോ. റൂമിൻ്റെ വ്യൂ കാണിച്ചു തരാം. നമുക്ക് ഈ ഫുഡ് കഴിക്കാൻ പോകട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ചെറിയ ക്യൂ ഉണ്ട്. ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കേട്ടോ, ലിഡോ.
യാത്ര ചെയ്യണം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഇന്ന് 12 മണിയോടുകൂടി നമ്മൾ സർബനി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് അബുദാബിയിൽ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പൂളിലൊക്കെ ഇറങ്ങി എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ പോവാണ്. ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച് ബീച്ചിലേക്ക് ഇറങ്ങും. പിന്നീട് 5:30 നമുക്ക് ഷിപ്പിലേക്ക് എൻ്റർ ചെയ്യുന്ന ടൈം. ഓക്കെ, അങ്ങനെ നമ്മളിതാ അബുദാബിയിലെ ഏറ്റവും വലിയ ഐലൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ അല്ലേ. ഇതാ നമ്മൾ വന്ന ഷിപ്പാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മളിതാ ഐലൻഡിലേക്ക് നമ്മൾ കയറാൻ പോകാം കേട്ടോ. പിന്നെ ഇതൊരു പ്രൈവറ്റ് ഐലൻഡായിട്ടാണ് ഇത് കൊണ്ടെടുക്കുന്നത്. മാത്രമല്ല ഇതിലൊരു 3 ഹോട്ടലുകളും ഇതിലുണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ ആഫ്രിക്കയിലൊക്കെ നമ്മൾ സഫാരിക്ക് പോകില്ല, അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് 3 ഹോട്ടലുകളിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഹോട്ടലുണ്ട്. അതിൽ നമുക്ക് താമസിച്ച് നമുക്കിവിടെ സഫാരി ചെയ്യാം. അതേപോലെ ഈ സർബൻ ഐലൻഡിൽ ഒരുപാട് പഴമയുള്ളതായിരിക്കും ഒരു ഐലൻഡാണ് കേട്ടോ. കാരണം ഇതിൽ ഈ ഐലൻഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു 3000 ട്രീസ് ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ഏറെക്കുറെ ഒരു 3 മില്യൺ ട്രീസോളം ഈ ഐലൻഡിൽ ഇപ്പോൾ. ഈ ഏരിയ കേസ് എന്ത് രസമാണ്. ഇതാ ഈ കാണുന്ന ഏരിയ നാട്ടോ ഇവിടെ നമ്മുടെ സഫാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് ഏറെക്കുറെ 2-2.5 മണിക്കൂറുണ്ടാവും സഫാരി. അത് അത്യാവശ്യം മൃഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മളിതാ അവിടെ നിന്ന് വണ്ടി എടുത്ത് നമ്മളിതാ നേരെ പോവാണ്. നമ്മുടെ ഷിപ്പിൻ്റെ വ്യൂ നോക്കൂ, എന്ത് രസമല്ലേ. നമ്മുടെ ഷിപ്പ് ഞങ്ങളിങ്ങനെ കണ്ട് ഇങ്ങനെ അടുത്തേക്ക് പോവാണ്. അപ്പോൾ ഏറെക്കുറെ ഒരു 5:30 മണിയോടെ ആവാറായി, 5:15 സമയമായി. അപ്പോൾ നമുക്ക് 5:30 ഷിപ്പിൽ കയറാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിതാ അങ്ങനെ സർബൻ ഐലൻഡിനോട് വിട പറഞ്ഞ് നമ്മളിതാ ഷിപ്പിലേക്ക് തിരിച്ച് കയറാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ അബുദാബി ഐലൻഡ് നമ്മൾ ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് കഴിഞ്ഞതാ വീണ്ടും കപ്പലിൽ കയറാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ദുബായ് നാളെ നമ്മൾ എന്ത് ചെയ്യും, എത്തും. ബാക്കിൽ കാണാം സൺസെറ്റ് ഏറെക്കുറെ ആയി. ഇതാ കാണുന്ന പോർട്ടിൽ നിന്ന് ഷിപ്പ് അവിടെ നങ്കൂരിട്ടത്. അവിടെ നിന്ന് ഷിപ്പ് അവിടെ നിന്ന് ബാക്ക് എടുത്ത് കറക്റ്റായിട്ട് ഒടിച്ച് നേരെ നമ്മൾ വന്ന അതേ പ്ലേസിലേക്ക് പോവാണ് കേട്ടോ. വെള്ളമൊക്കെ ഫുള്ള് കലങ്ങുന്നതാണ്, ഫുള്ള് കലങ്ങി മറിഞ്ഞ് എഞ്ചിൻ്റെ പവർ കൊണ്ടാണ് തോന്നുന്നു അത്രയും വെള്ളം ഇങ്ങനെ ഒന്നും പറയുന്നുണ്ടതാണ്. ചുഴിയൊക്കെ ചെറിയ ചുഴിയൊക്കെ ഉണ്ടാവും, ചെറിയ ചുഴിയൊക്കെ ഉണ്ടതാ. നമ്മളങ്ങനെ ഐലൻഡിൽ പോയി വന്നു കഴിഞ്ഞ് ചെറുതായിട്ട് തുടങ്ങി, നല്ല ടൈമിലാണ്. അത് കഴിഞ്ഞ് അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോകണം കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഡിന്നർ മെനു ആണ്. അവിടെ ഇന്ന് സ്പെഷ്യലായിട്ട് ഇതുണ്ടായി, ദഹിപൂരി ഉണ്ടായി, പിന്നെ വെജിറ്റബിൾ ബിസിയാണത്, നാന്, പിന്നെ ഇത് പനീർ ബട്ടറാണ്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. നമ്മൾ സോഡിയാക്കിൽ ഷോക്ക് വന്നേക്കാണ്. ഓക്കെ,
ശരിക്കും നമ്മൾ എത്താൻ ലേറ്റായി പോയി കേട്ടോ. ഒരു 10 മിനിറ്റ് നമ്മൾ ലേറ്റായി പോയി. ഷോ ഓൾറെഡി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മോൻ അടിപൊളി ഷോട്ടോ. ശരിക്കും നമ്മളത് കപ്പിൾ തന്നെ നടന്നത് നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെ ഷോ കഴിഞ്ഞ് നമ്മൾ തൊട്ടടുത്തുള്ള അടുത്ത ഡെക്കിലുള്ള നമ്മുടെ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇതുണ്ട് കേട്ടോ, റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ കുറച്ച് മ്യൂസിക്കൽ പരിപാടികളൊക്കെ രാത്രി ഉണ്ടാവും. ഒരു 12 o'clock വരെ ചെറിയൊരു പരിപാടി ഉണ്ടാവും. അപ്പോൾ അത് കാണണം വന്നേക്കാം കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സപ്പർ കഴിക്കാൻ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷം എല്ലാവരും മുഖത്തുണ്ടാവും. പരിപാടി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ നൈസായിട്ട് കുറേ ഡാൻസും കാര്യങ്ങളും പതുക്കെ പരിപാടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ആൾക്കാർ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കാം. പക്ഷേ നമ്മുടെ ഈ റെസ്റ്റോറൻറ്റ് നമ്മുടെ മെനുവിലില്ല കേട്ടോ. ഇത് നമ്മൾ സെപ്പറേറ്റ് ഓർഡർ കഴിക്കേണ്ടി വരും. സമയം 12 ആവണം. അപ്പോൾ നമ്മൾ സപ്പർ കഴിക്കാൻ പോവാണ്. 12 to 2 സപ്പർ ടൈമിങ്. അപ്പോൾ സപ്പർ കഴിക്കാൻ പോകാനുള്ള തിരക്കാണ് എല്ലാവരും. ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ റൂമിലെത്തി, സപ്പർ കഴിഞ്ഞ് എത്തി. ഇനിയിപ്പോൾ നമ്മളിതാ നാളെ നമ്മൾ ഏറെക്കുറെ ഒരു 12 കൂടി നമ്മൾ എന്ത് ചെയ്യും, ദുബായി എത്തും. അപ്പോൾ ഇന്നത്തെ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ നാളെ നമുക്ക് രാവിലെ കാണാം. ബൈ.